ഇതെല്ലാം സേഫ് ആണ്. നിങ്ങളൊരു ബാങ്കിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന വീട് വെക്കാനുള്ള ലോണും വാഹനം വാങ്ങാനുള്ള ലോണും അതുകൂടാതെ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ബാങ്ക് ജോലി എന്ന് കേൾക്കുമ്പോൾ എന്താണ് ടോപ്പ് ക്ലാസ് ജോബ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ജോലി, ചില ആൾക്കാർ പറയും ബാങ്കിലെ ജോലി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയ്ക്കും ഈസി അല്ല. അപ്പോൾ നമുക്ക് ഈ ബാങ്ക് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അതൊരു ഡിമോട്ടിവേഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് ജോലി ജീവിതം സുഖമോ ദുഃഖമോ അല്ലേ, സന്തോഷമാണോ ദുഃഖമാണോ എന്നാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു ജോലിക്കും നമ്മളുടെ നാട്ടില് ഇപ്പൊ നിങ്ങൾ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും ആ ജോലിക്ക് എന്തുണ്ടാവും, ജോബ് പ്രഷർ എന്തായാലും ഉണ്ടാവും. അത് ഗവൺമെന്റ് ജോലി ആയാലും അതേപോലെ എന്താണ് നമ്മളുടെ ഒരു പ്രൈവറ്റ് ജോലി ആയാലും IT കമ്പനികളിലുള്ള ജോലി ചെയ്യുന്നതായാലും നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നതായാലും എല്ലാത്തിനും നിങ്ങൾക്ക് എന്തുണ്ടാവും, ജോബ് പ്രഷർ ഉണ്ടാവും. ഏതൊരു ജോലിയെ പോലെ തന്നെ ബാങ്ക് ജോലിക്കും അതിന് എന്തുണ്ട്, ജോബ് പ്രഷർ എന്തായാലും ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? നമ്മളുടെ റെസ്റ്റ് ഓഫ് ലൈഫ് നമുക്ക് ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യണം, ലീവ് ചെയ്യണം. നമ്മളുടെ ഫാമിലി, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ആൾക്കാരുടെ എന്താണ് സെക്യൂരിറ്റി, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, സേഫ് ആക്കണം. അതാണ് നമ്മളുടെ ഒരു ജോബ്, നല്ലൊരു ജോബ് നമുക്ക് ലഭിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്. അതിനെല്ലാം പ്രധാനമായിട്ടുള്ള കാരണം എന്താണ്? ഓഫ് കോഴ്സ് സാലറി. ഞാനിവിടെ ഒരു റേഞ്ച് ആണ് പറയുന്നത്. 40,000 തൊട്ട് 1,80,000 റുപ്പീസ് സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതായത് ഇനീഷ്യല് നിങ്ങൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ എക്സാം എഴുതി ജോലിക്ക് കയറുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് IBPS അതായത് ഒരു ബാങ്കില് നമുക്കൊരു ഡിഗ്രിക്കാർ ആദ്യമായിട്ട് കയറുന്ന ജോലി ഏതാ, ക്ലറിക്കലാണ്, ക്ലറിക്കാണ്. അപ്പോൾ ഒരു ക്ലറിക്കിന് ഇൻ ഹാൻഡ് എല്ലാം അലവൻസും കാര്യങ്ങളൊക്കെ കൂടി ഏറ്റവും മിനിമം ഒരു 40,000 എന്തിൽ സാലറി ലഭിക്കാം. ക്ലിയർ അല്ലേ? ഇത് ഓരോ ബാങ്കുകൾ അനുസരിച്ച് എന്ത് ചെയ്യും, സാലറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ചെറിയ വേരിയേഷൻസ് ഞാൻ പറഞ്ഞത് ഒരു ആവറേജ് സാലറി കൂടുതലുണ്ടാവും, ചില ബാങ്കുകളിൽ എന്തുണ്ടാവും, കുറവുണ്ടാവും. ദെൻ മാക്സിമം സാലറി ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് എന്താണ്, 1,80,000, 1,80,000 രൂപ. അത് പ്രധാനമായിട്ടും നമുക്ക് RBI ഗ്രേഡ് B ഓഫീസർക്ക് ലഭിക്കുന്ന ഒരു സാലറിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. RBI ഗ്രേഡ് B ഓഫീസർ, അതായത് ബാങ്ക് ജോലി സ്വപ്നം കാണുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും ഏറ്റവും വലിയ സ്വപ്നം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഗ്രേഡ് B ഓഫീസർ. ഇൻ ഹാൻഡ് സാലറിയാണ് 1,80,000 രൂപ വരെ സാലറി ലഭിക്കും. കൂടാതെ ഒരുപാട് അലവൻസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ റേഞ്ചിലായിരിക്കും നമ്മളുടെ സാലറികൾ. ഓരോ ബാങ്കുകൾ അനുസരിച്ച് നമ്മൾ നാഷണലൈസ്ഡ് ബാങ്ക് എടുക്കുകയാണെങ്കിൽ തന്നെ, അതേപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI, നാഷണലൈസ്ഡ് ബാങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്. ഓരോ ബാങ്കിന്റെയും സാലറി സ്കെയിൽ ഇപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് വേരി ചെയ്യും. അതനുസരിച്ച് ഈ സാലറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. പിയോടെ സാലറി എന്തായിരിക്കും, ഇതിനിടയിലായിരിക്കും എന്തായാലും വരിക. നിങ്ങൾ ആലോചിക്കുക, സ്റ്റാർട്ടിങ് സാലറി ഏകദേശം ലഭിക്കുന്നത് ഇത്ര രൂപ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ സാലറി ലഭിക്കും. അലവൻസുകൾ, ഇത് കൂടാതെ നമ്മൾ ഏകദേശം ഒരു ഓഫീസറിനും ക്ലർക്കിനും കോമൺ ആയിട്ട് കിട്ടുന്ന എല്ലാ അലവൻസുകളും കൂടിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അലവൻസുകളിലും ബാങ്കുകൾ അനുസരിച്ചും നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ അനുസരിച്ചും അലവൻസുകളിലെല്ലാം മാറ്റം ഉണ്ടാവും. എന്നിരുന്നാലും കോമൺ ആയിട്ട് കിട്ടുന്നതാണ് DA, HRA, CA, എഡ്യൂക്കേഷൻ അലവൻസ്, മെഡിക്കൽ അലവൻസ്. ഇതെല്ലാം എല്ലാ ബാങ്കുകൾക്കും എല്ലാ പോസ്റ്റുകളിലും നമുക്ക് ലഭിക്കുന്നതാണ്. ലീവ് ഫെയർ, ഈ ഫ്യുവൽ അലവൻസ്, മെയ്ഡ് അലവൻസ്, മൊബൈൽ അലവൻസ്, ഇവിടെ ബാക്കി പറയുന്ന ബ്രീഫ് കേസ് അലവൻസ്, സ്പെക്ടാക്കിൾ, ബാങ്ക് ലോൺ ഫെസിലിറ്റി, പെൻഷൻ സ്കീംസ്, ഇത്ര അലവൻസുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൂടാതെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ അലവൻസുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സാലറി കൂടാതെ നിങ്ങൾക്ക് എന്താണ് അടുത്തത് ബാങ്ക് ജോലിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റുകളിൽ ഒന്നാണ്
ലോൺസ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരു ലോൺ എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. പക്ഷെ നിങ്ങളൊരു ബാങ്ക് എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഡോക്യുമെന്റ്സിന്റെയും ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഹൗസിംഗ് ലോൺ, വെഹിക്കിൾ ലോൺ എല്ലാം ലഭിക്കുന്നത്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ലോണിന് സെയിം എമൗണ്ടിന് അവരടയ്ക്കുന്നതിന്റെ പകുതിയോളം ചിലപ്പോൾ നിങ്ങൾ EMI അടച്ചാൽ മതിയാവും. നിങ്ങൾ എന്ന് റിട്ടയർഡ് ആവുന്നോ അതിനേക്കാൾ ഒരു 10 വർഷം കൂടുതൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലോൺ അടയ്ക്കാനുള്ള പീരീഡ് കിട്ടും. വളരെ തുച്ഛമായിട്ടുള്ള EMIക്ക് നിങ്ങൾക്ക് വീട് വെക്കാം, നല്ല വാഹനം വാങ്ങാം. അത് കൂടാതെ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസും ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പാരൻസിന്, നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ കുട്ടികൾ എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് കവറേജും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു മെമ്പർക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത വരുത്തുന്ന 3 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, വീട്, ഹൗസിംഗ് ലോൺ. വീട് വെക്കുന്നതോടുകൂടി തന്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുന്നു. ആഗ്രഹിച്ച ഒരു വാഹനം വാങ്ങുന്നു. അതുകൂടാതെ ഇതെല്ലാം വെച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആർക്കെങ്കിലും ഫാമിലി മെമ്പർക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നു. അതുവരെ സമ്പാദിച്ചതും പുറത്തുനിന്ന് വേറെ കടവും വാങ്ങിയിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക. ഇതെല്ലാം സേഫ് ആണ്. നിങ്ങളൊരു ബാങ്കിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന വീട് വെക്കാനുള്ള ലോണും വാഹനം വാങ്ങാനുള്ള ലോണും അതുകൂടാതെ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സാലറി കൂടാതെ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്, മറ്റുള്ള ജോലിക്കാരെല്ലാവരും അവരുടെ സാലറിയിൽ നിന്ന്, നിങ്ങൾ ലോണിന്റെ EMI നിങ്ങളുടെ സാലറിയിൽ നിന്ന് അടയ്ക്കണം, അത് വേണം. ഞാൻ പറഞ്ഞത് ഈ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ നിങ്ങളുടെ സാലറിയിൽ നിന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യണ്ട, അത് ബാങ്ക് അടച്ചോളും. അത് കൂടാതെ നിങ്ങൾക്ക് ഫ്യൂവൽ അലവൻസുകൾ ഉണ്ട്. ഓഫീസർ പോസ്റ്റുകളിലേക്ക് വരുമ്പോഴൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. പെട്രോൾ അലവൻസ്, അങ്ങനെ ഒരുപാട് അലവൻസുകൾ നിങ്ങൾക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത്, ഇപ്പൊ ഒരു ഓഫീസറാണ്, നിങ്ങളൊരു PO ആണ്, അസിസ്റ്റന്റ് മാനേജർ ആണ്, നിങ്ങളൊരു സിറ്റിയിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള റെന്റ് ബാങ്ക് കൊടുക്കും. ഇപ്പോൾ ഒരു IT ജോലിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ താമസിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫാമിലി ആയിട്ട് താമസിക്കുകയാണെങ്കിൽ ഒരു 30,000 ഒക്കെ റെന്റ് വരെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കണം അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങളൊരു ഓഫീസർ ആണെങ്കിൽ ആ റെന്റ് ആര് കൊടുക്കും? നിങ്ങളുടെ ബാങ്ക് കൊടുക്കും. നിങ്ങൾക്ക് ഫ്യൂവൽ അലവൻസ്, അങ്ങനെ എല്ലാ അലവൻസുകളും ആര് പ്രൊവൈഡ് ചെയ്യും? ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ സാലറി കൂടാതെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്ര ബെനിഫിറ്റുകൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബാങ്ക് ജോലിയുടെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് 10 മണിക്കാണ് നിങ്ങൾ ബാങ്കിൽ ചെല്ലണ്ടു. 10 മണി തൊട്ട് നമുക്ക് ഒരു ക്ലറിക്കൽ ജോബ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5:30 ആ സമയം, അല്ലെങ്കിൽ 6 ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓഫീസർമാരാണെങ്കിൽ കുറച്ച് സമയം കൂടിയും ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം. അത് കൂടാതെ ഇപ്പോ കറന്റ്ലി നമുക്ക് സെക്കൻഡ് സാറ്റർഡേയും 4th സാറ്റർഡേയും ഹോളിഡേ ആണ്. എല്ലാ സൺഡേസും ഹോളിഡേ ആണ്. ഇനി എല്ലാ സാറ്റർഡേസും ഹോളിഡേ ആക്കണം എന്നുള്ളത് ഓൾറെഡി അംഗീകരിച്ചിട്ടുണ്ട്, വന്നിട്ടില്ല ആ റൂള്. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഹോളിഡേയ്സ്, അതായത് ബാങ്കിങ്ങിന് ഹോളിഡേ ആയിട്ടുള്ള ഹോളിഡേയ്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് ഇരിക്കുന്ന റീജിയൻ ഏതാണോ അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഹോളിഡേയ്സും നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതാണ്. അത് കൂടാതെ ഓരോ ബാങ്കിനും ഓരോ രീതിയിലാണ്. പിന്നെ ചില ബാങ്കുകൾക്ക് ടൂർ പാക്കേജ് ഉണ്ടാവും. അതായത് ഇപ്പൊ നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ബിസിനസ് നടക്കുകയാണെങ്കിൽ ആ ബ്രാഞ്ചിലുള്ള എല്ലാവർക്കും ഇന്റർനാഷണൽ ടൂർ, അതുകൂടാതെ നിങ്ങളുടെ ഫാമിലിക്ക് ടൂർ പോകാനുള്ള അലവൻസ്, അത് ഓരോ ബാങ്കിനാണ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് വേറെ പല ആനുകൂല്യങ്ങളും ബാങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ, ഞാനൊരു കാര്യമാണ് ഞാൻ പറയുന്നത്, നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നിങ്ങൾ ഒരു പ്രൈവറ്റ് ഫേമിലാണ് ജോലി ചെയ്യണമെന്ന് കരുതാം. ഇപ്പോൾ ഈ പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുമ്പോൾ, ഞാൻ പ്രൊമോഷന്റെ കാര്യത്തിലേക്ക് വരാം, ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരുപാട് വർക്ക് പ്രഷർ ഉണ്ടാവും. ഇപ്പോൾ മാനുഫാക്ചറിങ് ഫീൽഡാണ്, ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാലത്ത് പോയി കഴിഞ്ഞാൽ രാത്രി ആയിരിക്കും പോരുക. 15,000 20,000 ഒക്കെ ആയിരിക്കും മാക്സിമം സാലറി ഉണ്ടാവുക. നാളെ ഒരു കാരണവും പറയാതെ ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇവിടെ അങ്ങനെയാണോ? അല്ല.
നിങ്ങൾ ജോബ് സെക്യൂരിറ്റി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളെ അത്ര പെട്ടെന്നൊന്നും ആർക്കും പിരിച്ചുവിടാൻ സാധിക്കുകയില്ല. അവിടെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എന്താണ്, അത്രയ്ക്കധികം വർക്ക് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സാലറി നിങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല. നമ്മൾ വർക്ക് ചെയ്യണേന് നമുക്ക് ഹൈ സാലറി തന്നെ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യണതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഒരു 17% ഹൈക്ക് കൂടി ഓൾറെഡി ഇനി ബാങ്കുകളിൽ ഒരു ശമ്പള പരിഷ്കരണം, റിവിഷനൊക്കെ വരാൻ പോകുന്നുണ്ട്. അതും കൂടി വരും, ഇനിയും സാലറി എന്ത് ചെയ്യും, കൂടും. അപ്പൊ ഇത്ര ബെനിഫിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കുകളിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഞങ്ങൾ ക്ലർക്കായിട്ട് കയറി ജോലിക്ക് കയറി ക്ലറിക്കൽ പോസ്റ്റിൽ ഇരുന്ന് തന്നെ റിട്ടയർഡ് ആവുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഓഫീസർ ആവാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, നിർബന്ധിക്കുന്നില്ല ബാങ്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊമോഷൻ എടുത്താൽ മതി. PO ആയിട്ട് കയറിയാൽ പ്രൊബേഷൻ കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജറായി പ്രൊമോഷൻ എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല, ഇനി നിങ്ങൾ കരിയർ ആഗ്രഹിക്കുന്ന, നിങ്ങളൊരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ അതും വളരെ വേഗം തന്നെ നിങ്ങൾക്ക് സാധ്യമാവും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന നമ്മൾ ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ ഏകദേശം ഒരു 2 കൊല്ലം ഓരോ ബാങ്കുകളെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യും. മിനിമം 2 കൊല്ലത്തിന് ശേഷം നമുക്ക് പ്രൊമോഷൻ ടെസ്റ്റ് ഒക്കെ എഴുതാം. പ്രൈവറ്റ് ബാങ്കുകളിൽ ഡയറക്റ്റ് പ്രൊമോഷൻ കൊടുക്കും. നാഷണലൈസ്ഡ് ബാങ്കിൽ നിങ്ങൾ ഒരു എക്സാം എഴുതണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് എന്താവാം, ക്ലറിക്കൽ പോസ്റ്റിൽ നിന്നും PO ആവാൻ പറ്റും. PO ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന 2 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PO എന്ന് പറയുന്നത് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റാണ്. സ്കെയിൽ 1 ആണ്. സ്കെയിൽ 1-ൽ നിന്ന് നിങ്ങൾക്ക് സ്കെയിൽ 2, അതൊക്കെ ഓരോ മാനേജറാണ്. ദെൻ മിഡിൽ മാനേജ്മെന്റ് സ്കെയിൽ 3, സീനിയർ മാനേജർ എന്നൊക്കെ പറയും. സ്കെയിൽ 4, സ്കെയിൽ 5, സ്കെയിൽ 6, നമുക്ക് പിന്നെ സ്കെയിൽ 8, സ്കെയിൽ 7. അങ്ങനെ ഏറ്റവും ടോപ്പ് ഇപ്പൊ PO ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അതേപോലെ MD, ജനറൽ മാനേജർ, ഈ പോസ്റ്റുകളിലേക്ക് വരെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ക്ലർക്കായി കയറിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാധിക്കും. നിങ്ങളുടെ പെർഫോമൻസും അതേപോലെ നിങ്ങൾ കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും ഉയർന്ന പോസ്റ്റുകളിലേക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് എത്തിച്ചേരുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോ എന്താണ്, അവസരം ഒരുപാടാണ്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ റിട്ടയർഡ് ആവുമ്പോഴേക്കും ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ MD ആവുക, അതൊക്കെ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു എന്താണ് ഓപ്പർച്യൂണിറ്റി അല്ലേ? അപ്പൊ നമ്മളുടെ കരിയർ തന്നെ മറയും. അത് കരിയർ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതല്ല നിങ്ങൾക്ക് ക്ലർക്ക് മാത്രമായിട്ട് ഇരുന്നാൽ മതിയെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. PO മാത്രമായിട്ട് അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും നിങ്ങൾക്ക് എന്തുണ്ട്, ബാങ്ക് ജോലിയിലുണ്ട്. ഏറ്റവും ടോപ്പ് മോസ്റ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. അപ്പോൾ ഇത്രയ്ക്കധികം അവസരങ്ങളും നിങ്ങൾക്ക് കരിയർ ഗ്രോത്തും അതേപോലെ എന്താണ് അലവൻസുകളും സാലറിയും എല്ലാം നിങ്ങൾക്ക് ബാങ്ക് ജോലിയിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ബാങ്ക് ജോലി സുഖമാണോ അതോ എന്താണ് ദുഃഖമാണോ നിങ്ങൾക്ക് തരുന്നത്? ഈ ലോകത്ത് ആരും സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ വ്യക്തി ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും കാരണം അദ്ദേഹത്തിന്റെ ആ ജോലിയാണ്. ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് ആള് നല്ലൊരു വീട് പണിതിട്ടുണ്ടാവും, നല്ലൊരു വാഹനം വാങ്ങിയിട്ടുണ്ടാവും, ആളുടെ മക്കള് നല്ല സ്കൂളുകളിൽ വിദ്യാഭ്യാസം എടുക്കുന്നുണ്ടാവും. ഇതെല്ലാം അദ്ദേഹത്തിന് സാധിച്ചത് ആ ജോലിയിൽ ഇരുന്നത് കൊണ്ട് മാത്രമാണ്. ഇപ്പോഴും ആൾ ആ ജോലിയിലാണ് ഇരിക്കുന്നത്, സാലറി വാങ്ങുന്നുണ്ട്. ഈ ലോകത്തെ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഏതൊരു ജോലിക്കും വർക്ക് പ്രഷർ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരിക്കലും നമുക്ക് എന്താണ് എല്ലാ ജോലിയും വളരെ ഈസി ആയിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും സാലറി തരുമോ? ഇല്ല, നമ്മൾ വർക്ക് ഇടണം. അപ്പൊ അത്രയേ ഉള്ളൂ. പക്ഷെ ബാങ്കിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടോ നിങ്ങൾക്ക് അതിനനുപാതികമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റുകൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. റെസ്റ്റ് ഓഫ് നമ്മളുടെ ലൈഫ്, നമ്മളുടെ ഭാവി ജീവിതം വളരെ സുഖമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ ജോലി ഉണ്ടെങ്കിൽ.
അപ്പോ എല്ലാവരും ആലോചിക്കുക, സന്തോഷം തരുന്നുണ്ടോ അതോ ദുഃഖമാണോ തരുന്നതെന്ന്. ദെൻ നമ്മളുടെ 2025 ബാങ്കിങ് ബാച്ചുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി IBPS കലണ്ടർ കാര്യങ്ങളെല്ലാം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മുന്നിൽ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും അല്ലെ. 1 ഇയർ ഗോൾഡ് ബാച്ച് ഫ്രീ കോഴ്സ് ബുക്ക് അടക്കമാണ് നമ്മളുടെ ബാച്ചുകളിലെ 1 ഇയർ ഗോൾഡ് ബാച്ച് ഉള്ളത്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, മോക്ക് എക്സാംസ്, അതേപോലെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ്, മെന്റർഷിപ്പ് സപ്പോർട്ട് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് എന്തുള്ളത് 1 ഇയർ ഗോൾഡ് ബാച്ച് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് അറിയുന്നതിനും അപ്കമിങ് എക്സാംസിനെ കുറിച്ച് അറിയുന്നതിനും അതേപോലെ നമ്മളുടെ ബാങ്ക് എക്സാംസ് എങ്ങനെയാണ് നടക്കുന്നത്, അതേപോലെ എക്സാം പാറ്റേണെ കുറിച്ച് അങ്ങനെ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഡൗട്ടുകളും ഉണ്ടാവും. ധൈര്യമായിട്ട് ഇതാ ഈ നമ്പറിലേക്ക് വിളിക്കാം. നമ്മളുടെ കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ് 7736122215 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ബാക്ക് ടു ബാക്ക് എക്സാംസ് വരുന്നുണ്ട്. ബാങ്കിങ് മേഖലയിലായാലും ഇൻഷുറൻസ് മേഖലയിലായാലും 2025 അവസരങ്ങളുടെ പെരുമഴയാണ് ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ പഠിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം എക്സാം എഴുതി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്കത് കിട്ടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കാൻ ആരും ഇടവരുത്തരുത്. അങ്ങനെ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദുഃഖിക്കാനുള്ള അർഹതയില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളുടെ മുന്നിൽ അവസരം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ പഠിക്കാതിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അന്ന് സക്സസ്ഫുൾ ആവാൻ സാധിക്കാതിരിക്കുക. അതുകൊണ്ടാണ് മുന്നേ പറയുന്നത്, ജോലി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന ആ പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 2025 നിങ്ങളുടെ എല്ലാം വർഷമാവട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.